ചോറ് ഉച്ചത് വരെ സപ്ലൈ ചെയ്യാൻ നേരത്തെ അബ്ദുറബ് വന്നത്. എന്നിട്ട് ആ ചോറ് പുകാളിയിട്ടാണ് സപ്ലയർ രംഗത്ത് കയറുന്നത്. ചോറ് പുകാളിയിൽ പണ്ടായിട്ട് നേരക്കാൻ പോവുക. ഊമക്കത്ത് വന്നതിന് ശിബായിന്റെ രംഗത്തേക്കാ കയറല്. ആർക്കത് അറിയാത്തത്? നിങ്ങൾ എന്തായി രാജ്യത്ത് ചെയ്യുന്നത്? മാർക്സിസ്റ്റ് പാർട്ടി. അതുകൊണ്ടാണ് നിങ്ങൾ 35 കൊല്ലക്കാലം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച പശ്ചിമ ബംഗാൾ ഉപ്പുവെച്ച കലം പോലായി. നാട്ടിലെ ജനങ്ങൾക്ക് നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാൻ പറ്റിയിരുന്ന നാടേതാണെന്നറിയോ? ബംഗാളാണ്. 35 കൊല്ലം ഒരേ ടീമാ ഭരിക്കണം. ഒരേ ടീം. സോമനാഥ് ചാറ്റർജി, ബുദ്ധദേവ് ഭട്ടാചാര്യ. ഒരുപാട് കാലം അവർക്ക് തന്നെ കിട്ടി. എന്നിട്ട് എന്താ അവിടെ ഉള്ളത്? അവിടെ ഒന്നുമില്ല എന്നതിന്റെ തെളിവാണ് സബർമ കുബൂസ് വെക്കണ കടയിൽ പോയി നോക്കുക. ഒന്ന് പോയി നോക്കി. ബംഗാളികൾ നിറഞ്ഞിക്കുക നമ്മുടെ നാട്ടില്. ഞാൻ പറയാറുണ്ട്, പൊതുയോഗത്തിന് പോകുമ്പോ അതേപോലെ പന്തീരങ്കാവുന്നൊക്കെ തിരിയുന്ന പോലെ കണ്ട് തിരിഞ്ഞിട്ട് കണ്ട് വരുമ്പോ ചോദിക്കും, ഇന്ന സ്ഥലം എവിടെയാണ്? ആ സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ പറയും തിരിയാതെ അല്ലെങ്കിൽ അണ്ണന്മാരായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇന്ന സ്ഥലത്തേക്ക് എങ്ങനെ പോകുക വെച്ചാൽ ക്യാ പോലത്തായെത്തും. ആരാ? ഫുള്ള് ബംഗാളികളാണ് നിറഞ്ഞു കവിഞ്ഞിക്കുകയാണ്. എന്താ ബംഗാൾ നിങ്ങളുടെ കൂട്ടത്തോടു കൂടി പോരാൻ കാരണം? സ്വകത്തിന്റെ ഊക്കൊണ്ട് പോന്നതാണ്. എന്താ ബംഗാളിലുള്ളത്? LP സ്കൂളില്ലാത്ത പഞ്ചായത്ത്, എവിടെ ടാറിട്ട റോഡ് തീരുന്നുവോ അവിടെ നിന്ന് ന്യൂനപക്ഷത്തിന്റെ നാട്, എവിടെ കറണ്ട് കാലം അവസാനിക്കുന്നുവോ അവിടെ നിന്ന് ന്യൂനപക്ഷത്തിന്റെ നാട്. 10,500 മദ്രസക്ക്, കേട്ടോളി ഞാൻ പറയുന്ന അക്കങ്ങളെ കൽബിൽ വേണം. 10,500 മദ്രസക്കാണ് മമതാ ബാനർജി ഒറ്റയടിക്ക് അംഗീകാരം കൊടുത്തത്. എന്തായിരുന്നു അവിടെ പണി? സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിപ്ലവം മതരംഗത്ത് നടത്തുന്ന കക്ഷി. സമ്പൂർണ്ണ ധാർമ്മിക വൈജ്ഞാനിക വിപ്ലവം നടത്തുന്ന സമസ്ത പോലും 5 മദ്രസക്ക് അംഗീകാരം കൊടുക്കുന്ന 6 മദ്രസ. സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇതേപോലെ 1, 2, 3 അവരും കൊടുക്കും. നിശ്ചയ ട്രൂത്ത് കൊടുക്കും. 1, 2, 3 കൊടുക്കും. 10,500 ഒറ്റയടിക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല. അതിന് കാരണം ഇവിടെ നേരത്തെ ഉണ്ട്. പക്ഷേ ഇപ്പൊ അവിടെ അതാ 10,500 മമതാ ബാനർജി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇതുവരെ മദ്രസ എന്ന് പറഞ്ഞ പരിപാടി അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങൾ ന്യൂനപക്ഷത്തിന് വേണ്ടി എന്തേ ചെയ്തത്? ഇവിടെ വന്ന് വലിയ ബടായി പറയും. സച്ചാർ സമിതിയുടെ യോഗം വെച്ചു മുതലക്കുളം മൈതാനിയിൽ. ഇതൊക്കെ വെക്കുക എന്നല്ലാതെ നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും കണ്ടോ? 2 രൂപയുടെ അരി കൊടുക്കുമെന്ന് പറഞ്ഞ് കൊടുത്തില്ല. 2 രൂപയുടെ അരി വരെ കൊടുത്തില്ല. മുഅല്ലിമീങ്ങൾക്ക് ക്ഷേമനിധി പ്രഖ്യാപിച്ച് കൊടുത്തില്ല. മൈത്രി ഭവന പദ്ധതിയിലെ കടങ്ങൾ എഴുതിത്തള്ളു എന്ന് പറഞ്ഞ് തള്ളിയില്ല. ഒക്കെ പ്രഖ്യാപിച്ചു. തൊള്ളോണ്ടാണ് പറഞ്ഞു. നമ്മൾ ലീക്ക് വീരാന്റെ കത്തുമായിരിക്കും. ലീക്ക് വീരാൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടല്ലോ. മൂപ്പരെ കത്തിൽ പറയുന്നുണ്ട്, ഞാൻ 10,000 രൂപ നാട്ടിലേക്ക് അയക്കുന്നുണ്ട്. അത് കിട്ടിയാൽ അമ്മോശന് 5,000, എളീമാക്ക് 500, മുത്തമ്മാക്ക് 400 എന്നിങ്ങനെ കൊടുക്കണം എന്നാഗ്രഹമുണ്ട്. പണിയില്ല, കയ്യിൽ പൈസ ഇല്ല. അതോടുകൂടിയാണ് വീഴുകയാണ് എല്ലാവരും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ തോമസ് ഐസക്ക് പ്രഖ്യാപിക്കല്ലായിരുന്നോ ചെയ്തത്? ഞങ്ങൾ അങ്ങനല്ല. ഞങ്ങൾ 2 രൂപയുടെ അരി നിങ്ങൾ പറഞ്ഞപ്പോ 1 രൂപ എന്നാ പറഞ്ഞത്. 1 രൂപയുടെ അരി എന്ന് ഞങ്ങൾ പറയാൻ കാരണം എന്താ? അതിന്റെ താഴെ പിന്നെ ഉറുപ്പില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ കുഞ്ഞും താത്തും. 1 രൂപയുടെ അരി വാങ്ങിയിട്ടപ്പോ ജനങ്ങൾ വരണത്. എന്നിട്ട് നാണവും മാനവും ഇല്ലാതെ എപ്പോഴും സഖാക്കൾ ബോർഡ് വെച്ചിരിക്കുന്നു. അച്യുതാനന്ദന്റെ കൈ ഉയർത്തിയിട്ട് 2 രൂപക്ക് അരി നൽകിയ VS-ന് അഭിവാദ്യങ്ങൾ. 2 രൂപക്ക് ഇവര് അരി കൊടുത്തിട്ടില്ല. 2 രൂപക്ക് അരി കൊടുക്കണമെങ്കിൽ റേഷൻ ഷാപ്പുകാരായിട്ട് ആലോചിച്ചിട്ടില്ല, സിവിൽ സപ്ലൈസിനായിട്ട് ആലോചിച്ചിട്ടില്ല, കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ചോദിച്ചിട്ടില്ല, ഒന്നുമില്ല. അതാ ഞാൻ ലീക്ക് വീരാന്റെ കത്ത് കാരണമായത്. കയ്യിൽ മുതലില്ലാതാണ് അമ്മായിമാക്കും എളിമാക്കും ഓരിയക്കണ്. അത് കേട്ടിട്ട് ഓലും ഇങ്ങനെ ഉഷാറായി ഇരിക്കുകയാണ്. ഞാൻ ചോദിക്കുക, എന്താ നിങ്ങൾ കൊടുത്തത്? ഞങ്ങളെ 1 രൂപക്ക് അരി എന്ന് പറയാൻ മാത്രമല്ല, കൊടുത്തു വാങ്ങി. 1 രൂപക്ക് അരി. ഞാൻ പറയുന്നത് ഇങ്ങോട്ട് ശ്രദ്ധിച്ച് കേൾക്കിങ്ങൾ. ഒരു കടലമുട്ടായിയുടെ പൈസയാണ് ഇപ്പോൾ 1 കിലോ അരിക്ക്. ആരെങ്കിലും ചിന്തിച്ചിക്കണത്? ഒരു ഭിക്ഷക്കാരൻ 1 രൂപ കൊടുത്താൽ അവൻ വാങ്ങണില്ല. എങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്റെ വീട്ടിൽ വന്നൊരു ഭിക്ഷക്കാരനെ 1 രൂപ, ഒരു കൊട്ടൻ ഉറുപ്പിയാണ് കൊടുത്തപ്പോ അയാളുടെ മുഖത്തേക്ക് വരുന്നു കേട്ടോ. ഞാൻ ചോദിച്ചു, എന്തിയാണ്? പൈസ ഇല്ലെങ്കിൽ വേണ്ടാറ് എന്നോട്. എന്റെ ചില്ലറില്ല. എന്നാ ചെക്ക് എന്നാളിന്നോ. ഓ, ഭിക്ഷക്കാർക്കൊക്കെ എന്തൊരു ഡിമാൻഡാന്നറിയ ഞങ്ങള് വിചാരിച്ച മാതിരിയൊന്നല്ല. ആ 1 ഉറുപ്പിയാണ്. ആ 1 ഉറുപ്പിന്റെ അരിയാണ്. 1 രൂപ കൊണ്ട് കൊടുത്താൽ ഇപ്പൊ എന്നോട് വിനിയാന്ന് ഒരാൾ പറഞ്ഞെന്താണെന്നറിയാം? ഈ ഉമ്മൻചാണ്ടിനെ കൊണ്ട് എന്തെങ്കിലും വേറെന്തെങ്കിലും ഉപകാരം ചെയ്തു തരാൻ പറയാം. എന്താ സംഭവം എന്ന് വെച്ചു. ഒന്നല്ല, ഈ 1 രൂപയുടെ അരി കൊണ്ട് 4-5 ആൾക്കാർക്ക് തിന്നാം.
പക്ഷെ അതിൽക്കുള്ള കൂട്ടാൻ മാന്തലിന് 60 ഉറുപ്പിയാണോ? അപ്പൊ അതുകൊണ്ട് ഉമ്മൻചാണ്ടിനോട് മാന്തലിന് എന്തെങ്കിലും തരാൻ പറയാ, അരി ഞങ്ങളൊക്കെ പാടെ വാങ്ങിക്കൊള്ളാന്നാ പറഞ്ഞത്. പൊന്നാര ചക്കായിമാരെ, ജനങ്ങളെ അരിയാണ്ട് കൊണ്ടേയിട്ട് ചെറിയൊരുനാൾക്ക് പള്ളിക്കുന്ന കണ്ടിട്ട് എന്നോടൊരു വയസ്സം പറഞ്ഞത്, പൊന്നാര മോനെ ഫിത്ർ സക്കാത്തിന്റെ അരിയും ഉമ്മൻചാണ്ടിയുടെ അരിയും ഒക്കെ പാടെ പെരയേക്കാണ്ട് കടക്കാൻ പറ്റാന്നല്ല. ഞാൻ വെറുതെ പറയുന്നല്ല. എന്നിട്ടാണ് ഈ 5 ഉറുപ്പ്യക്ക് അരി നൽകിയ VS അഭിവാദ്യം എന്നുള്ള ബോർഡ്, അതിന്റെ മുന്നിൽ കൂടിയാണ് 1 രൂപയുടെ അരി എത്തിക്കാണ്ട് വരുന്നത്. എന്റെ നാട്ടിൽ കാളി എന്ന് പറഞ്ഞ തള്ളാണ്. മുപ്പത്തേരി ഈ അരിയേറ്റ് ഇങ്ങനെ എത്തി വരികയാണ്. ഇപ്പൊ സാക്ഷരതയുടെ കാലമാണ്, എല്ലാവർക്കും കുറച്ചൊക്കെ വായിക്കാൻ തരില്ലത്. ഇങ്ങനെ അതെന്താ പൈമ എഴുതിക്കുന്ന കുട്ടികളെ? 2 രൂപക്ക് അരി നൽകിയ VS അഭിവാദ്യം. ഈ തള 2-3 പ്രാവശ്യത്തെ ഇങ്ങനെ കണ്ട് റേഷൻ ആപ്പ് വരുമ്പോ സൈ ഇട്ടിട്ട് ഒരു ദിവസം പറഞ്ഞ് അച്യുതാനന്ദന്റെ പ്ലക്ക് കൊകിരിച്ചെടുത്തോ 1 ഉറുപ്പ്യ, 2 ഉറുപ്പ്യൊക്കെ ചെടുത്തു, 1 ഉറുപ്പ്യ ഉണ്ടെന്നാണ്. എന്നാലൊക്കെ 1 ഉറുപ്പ്യ ലാഭമാണ്. തന്നെ പൊന്നാര നിങ്ങളെ പ്ലക്ക് ബോർഡ് വെച്ച ആൾക്കാരാണ് നിങ്ങൾ. ഈ രാജ്യത്ത് എന്തിന്റെ കൂടെ ഒരു നന്മയും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടി ഇപ്പൊ ജനസമ്പർക്ക പരിപാടി നടത്തിയിട്ട് എത്രയോ ആളുകളുടെ പരാതിക്ക് തീർപ്പ് കൽപ്പിച്ച് പോവുകയാണ്. അപ്പൊ DK ഹംസക്ക് പറയാം, ഉമ്മൻചാണ്ടി ഇപ്പൊ കൊണ്ടോട്ടി നേർച്ച നടത്തുകയാണ്. ചങ്ങായി കയ്യിൽ പണി കിൽക്കിക്കുത്താണ്, ആനമയിലൊട്ടകം കുതിര, വേറൊരു പരിപാടി ഇല്ലല്ലോ. അച്യുതാനന്ദൻ പറഞ്ഞ എന്താ, പിറവൻ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടാണ് ഈ പരിപാടി. ജേക്കബ് മരിക്കണതിന്റെ മുമ്പ് 2 ജില്ല കഴിഞ്ഞിരിക്കണം, പിന്നെയാണ് ജേക്കബ് മരിക്കുന്നത്. നോക്കണം, പിറവൻ തെരഞ്ഞെടുപ്പ് വന്നത് ജേക്കബ് മരിച്ചതിന് ശേഷം. അപ്പൊ എന്താ വരെ പരിപാടി? നിങ്ങൾക്ക് കഴിയാത്ത ഉമ്മൻചാണ്ടി ചെയ്യുമ്പോൾ 7 പോണ മുഖ്യമന്ത്രിനെ കിട്ടുകയാണ് ഏതിൽ വിളിച്ചാലും. സേവനാവകാശ നിയമം തന്നെ ഒരു നിയമം വന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥ തലത്തുനിന്ന് വല്ലതും മര്യാദയ്ക്ക് കിട്ടിയില്ലെങ്കിൽ അവന്റെ ശമ്പളം തടഞ്ഞേക്കാനുള്ള വകുപ്പാണത്. ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പൊ ചെയറിലിരിക്കാൻ തുടങ്ങി. എന്താ കാരണം എന്നറിയോ? ഒറ്റ ദിവസം കൊണ്ട് റേഷൻ കാർഡ് 4.5 കൊല്ലക്കാലം റേഷൻ കാർഡിൽ അടയിരുന്നവരാണ് നിങ്ങൾ. എന്നിട്ട് തിരിച്ചു വന്നല്ലോ. എന്താ ഉണ്ടായത്? BPL ആക്കാൻ കൊണ്ടുപോയ എയർടെല്ലൊക്കെ, അതൊക്കെ എയർടെല്ലായിട്ടല്ലേ തിരിച്ചു വന്നത്. എന്ന പോലെ തന്നെ തെറ്റുകളുടെ കൂമ്പാരയിൽ റേഷന്റെ കാർഡിൽ മുഴുവൻ അബദ്ധങ്ങൾ. എന്നപ്പോ കണ്ടോ നിങ്ങൾ? ഒറ്റ ദിവസം കൊണ്ടാണ് റേഷൻ കാർഡിന് തീർപ്പ് കൽപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ പരാതികൾ അങ്ങനെയാണ്. അതിനാണൊരു ഭരണം. എൻഡോസൾഫാന് വേണ്ടി ഒരു ദിവസം ബന്ദ് നടത്തിക്കൾ. ഞങ്ങളെന്താ ചെയ്തത്? എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി സഹായം കൊടുത്തു തീർത്തു. ആംബുലൻസിലൊക്കെ വന്നിട്ട് ആ രോഗികൾ ജനസമ്പർക്ക പരിപാടിയിൽ ചെക്ക് വാങ്ങിയിട്ട് ഇങ്ങനെ മാറോട് പിടിച്ചിട്ട് കിടക്കുന്നത്. കേരള കൗമുദി ഒരു ലോക്കൽ സെക്രട്ടറിയുടെ വീട് ജപ്തിക്ക് വെച്ച വിഷയം പുത്തരിക്കണ്ടം മൈതാനിയിൽ തിരുവനന്തപുരം ജില്ലാ ജനസമ്പർക്ക പരിപാടിയിൽ വെച്ചിട്ട് കണ്ണാണ്ട് നിറഞ്ഞു ഇയാളെ. ആ ഫോട്ടോ കൊടുത്ത് കേരള കൗമുദി പറഞ്ഞു, സമാനതകളില്ലാത്ത മനുഷ്യത്വം. എടോ, ഒന്ന് ആലോചിച്ചോ. ഈ ഉമ്മൻചാണ്ടിനെ കാണാൻ ലോക്കൽ സെക്രട്ടറിനെ കാണണ്ട, ബ്രാഞ്ച് സെക്രട്ടറിനെ കാണണ്ട, ഏത് പൊട്ടനും വിളിക്കാം, ഏതാൾക്കും പോയിരിക്കാം. ഒരു പ്രാന്തം പോയിരുന്ന അവിടെ അല്ലേ? നമ്മൾ കണ്ടതല്ലേ? നിങ്ങൾ ആലോചിക്കുന്ന പോലെയല്ല. അതാണ് മുഖ്യമന്ത്രി. ജനങ്ങളെ പ്രശ്നങ്ങൾ നിന്നിങ്ങനെ കേൾക്കുക. ഇയാളോ ഈ അച്യുതാനന്ദൻ എന്തായിരുന്നു പണി? ഐസ്ക്രീം 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 തന്നെ. ഇയാൾ ഈ ഒരു വർത്താനല്ലാതെ വേറെ വർത്താനമില്ല. ഈ ഐസ്ക്രീം എന്ന ഉച്ചാരണത്തിന് ഇയാളെ കഴുത്തിലൊരു മീറ്റർ വെക്കുകയാണെങ്കിൽ അതിന് എന്നോ ഓവർ ബില്ല് വരികയായിരുന്നു. അമ്മാതിരി പറഞ്ഞ അയാൾ. ഞാൻ ചോദിക്കണം, ഇങ്ങനത്തെ ഒരു മനുഷ്യൻ, ഇയാൾക്ക് വേറൊരു പണിയില്ല. എല്ലാവരെയും അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അങ്ങനെ ഇയാളെ അറസ്റ്റ് സ്വഭാവം കുഞ്ഞാലിക്കുട്ടിയിലും പിള്ളേരും മാത്രം ഒതുങ്ങുന്നല്ല. നിങ്ങൾ കണ്ടില്ലേ? ഒരു ഉറുപ്പിനെ പോലും നോവിക്കാത്ത എന്റെ മുത്ത് ശിഹാബ് തങ്ങളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആദ്യമായി ഈ ലോകത്ത് പറഞ്ഞ ആളാ അച്യുതാനന്ദൻ. അന്നെന്റെ ശിഹാബ് തങ്ങൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്താ തങ്ങൾ പറഞ്ഞ മറുപടി? ഇന്നെ കയ്യാമം വെച്ച് കൊണ്ടുപോയ അക്കലാണ് കേരളത്തിൽ സമാധാനം എങ്കിൽ അങ്ങനെ ആവട്ടെ. അതൊക്കെ ഒരു മനസ്സ് പൊട്ടിയ വർത്താനാണ്. ഇയാളെ കൽബിന് ഓട്ടായിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഞാൻ ചോദിക്കാം, ഇതെന്താണ്? നിങ്ങൾ എന്തിനു വേണ്ടിയാ ഈ രാജ്യത്ത്? എത്ര കാലായടോ? ഇപ്പൊ നിങ്ങൾക്കെതിരെ 13 കേസ്. അരുൺകുമാറിനെതിരെ ഞങ്ങളുടെ അന്വേഷണം തുടങ്ങി. ഇന്നതാ PhD അല്ലേ, ഡോക്ടറേറ്റ് വാങ്ങിയത് എങ്ങനെയെന്ന് തോന്നുന്നു. നമ്മുടെ സ്വാമി മാധവ എന്താ മറ്റേ സന്തോഷ് മാധവൻ പറഞ്ഞു, ഭൂമി എന്റെ ഭൂമി പാടം തീർക്കാൻ ഇത്ര ലക്ഷം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കോടതി ഇന്നത്തെ പേപ്പർ വായിക്കുക. ഇന്നത്തെ വലിയ മാന്യനാവണ്ട. ഇന്നത്തെ പത്രം വായിക്കും. എന്താ പറയുന്നത്? എന്താ നിങ്ങൾ ഇയാളെ ഒരു നടപടി എടുക്കാത്തതെന്നാണ്. 13 കേസാണ് കൊലകൊലായിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉമ്മൻചാണ്ടി അന്വേഷിക്കാൻ പോകുന്നത്. അരുൺകുമാറിന്റെ വരുമ്പോ പിന്നാലെ മറ്റാളും വരും. അങ്ങനെ മൂപ്പരതാളുടെ മോന് അല്ലേ, അച്യുതാനന്ദന്റെ മോനാളുള്ള അരുൺ, ആദാമിന്റെ മകൻ അബു, നമുക്ക് തിരിയല്ലോ, വരാൻ പോവുകയാണ്. അപ്പൊ ഇയാൾക്കെതിരെ അച്യുതാനന്ദൻ കുടുങ്ങുന്നു, ഭ്രഷ്ടാവുന്നു ഒക്കെ കണ്ടപ്പോ ഇയാൾ നാളെ പത്രസമ്മേളനം നടത്തിയിട്ട് പറയാണ്,
ഇന്നലെ എല്ലാരും കൂടി വേട്ടയാടുന്നേ. മാണിക്കക്കല്ല് ഏറ്റൊന്ന് നിന്നുകൊണ്ട ഞങ്ങൾ 5 മിനിറ്റ് അന്നൊന്ന് വേട്ട ആടട്ടോ. 18 കൊല്ലായിലെ ഞങ്ങളെ കുഞ്ഞാലിക്കുട്ടിനെ ഇടതടവില്ലാതെ വേട്ടയാടുന്നു. ആ റഊഫിനെ വെച്ചിട്ട് എത്ര കാലായി. ഇളച്ചനത്ര ഭാര്യയുടെ അനിയത്തി. നമ്മളും ഭാര്യ വീട്ടിൽ പോയ ആൾക്കാരാണ്. നമ്മളൊക്കെ ഭാര്യയുടെ അനിയത്തിമാരെ അടുത്തിമാരൊക്കെ നമ്മളെ പാർട്ടിക്കാരാ കല്യാണം കഴിക്കണം. ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ച വീട്ടിൽ ഞാൻ ലീഗാ മരുവൻ, വേറൊരു മരുവൻ PDP ആണ്, വേറെ മരുവനാണ് CPM ആണ്. ഏത് ഭരണം വന്നാലും എൻ്റെ അമ്മായിമാർക്ക് ഒരു പ്രശ്നമില്ല. എന്താ വെച്ചാൽ നമുക്ക് എല്ലാ മരുവക്കളും ഉണ്ടയില്ലേ. അപ്പൊ ഇതൊന്നൊരു വിഷയമല്ല. അതൊന്നും പറഞ്ഞിട്ട് ഈ രാജ്യത്താകണ്ട. ഈ റഊഫ് എന്നാണ് ചരക്കേതാണ്. കോഴിക്കോട്ടെ തഹസിൽദാർ സീലുണ്ടാക്കിയ ആളാണ്. ഭൂമി എത്ര തട്ടിപ്പ്, എത്ര കേസ് കുൽമാലുകളുണ്ട്, എത്ര ഭൂമി ഇവൻ കയ്യിലാക്കിയിട്ടുണ്ട്. ഈ റഊഫിനെ നമ്മൾ ആദ്യം തന്നെ കാണുന്ന പോലീസ് ജീപ്പിൽ വന്നിറങ്ങുന്ന രംഗല്ലേ. ആ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ നടക്കണില്ല തെളിവല്ലേ. ഇക്കഴിഞ്ഞ അറഫ നോമ്പിനും വലിയിരുന്നാക്കുമ്പോ പത്രസമ്മേളനം നടത്തി കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ. അറഫ നോമ്പിനും വലിയിരുന്നാക്കും ഒരു മുസൽമാൻ എന്തെല്ലാം പണിയുണ്ടാവും. ഒന്ന് സുന്നത്തോമ്പ് കണ്ടാവും ഇല്ലെങ്കിൽ തെക്കിബീർ ചെയ്യാൻ പറ്റുന്ന ദിവസമല്ലേ എന്ന്. ഈ പഹ അന്നും കുഞ്ഞാലിക്കുട്ടിനെ പറ്റി ഞാൻ എൻ്റെ അമ്മാനോട് പറഞ്ഞു, അമ്മ ഞമ്മക്കൊക്കെ ഒന്ന് ഉളുഹിയ്യത്തിന്റെ ഇറച്ചിയാണ്, ഈ പഹൻ എപ്പോഴും കുഞ്ഞാലിക്കുട്ടിയുടെ ഇറച്ചിയാന്ന് ഞാൻ പറയേണ്ടി വന്നു. നമ്മളൊന്ന് ആലോചിച്ചു. എന്നിട്ട് ഓന മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും പറഞ്ഞിട്ട് രാജേഷ് കഴിഞ്ഞതെന്താ, എനിക്ക് അമ്മണ്ടേ പകന്മാരുണ്ടേ. ഞാൻ ചോദിക്കട്ടെ, പാണ്ടിക്കടവത്ത് തറവാട്ടിൽ ജനിച്ച കുഞ്ഞാലിക്കുട്ടി അമ്മയുടെ ചോട്ടിലാ വളർന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കണേ? ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാനിട്ടാണോ? നിങ്ങൾ എന്താ ഈ രാജ്യത്ത് ചെയ്യുന്നത്? എത്ര കാലായടോ, എത്ര കാലായി. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇപ്പൊ അടുത്ത് ചാനലിനോട് പറഞ്ഞു, ഒരു ദിവസമെങ്കിലും എനിക്കൊന്ന് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങിയിട്ട് കണ്ണടച്ചാൽ മതിയായിരുന്നു. അതൊന്ന് ആലോചിച്ച് നോക്കണം. എന്താ ഇതിന്റെയൊക്കെ പിന്നിലെ കഥ? ഐസ്ക്രീം പാർലർ കേസ് അന്വേഷിച്ചപ്പോ സഖാവ് TP ദാസനല്ലേ 1-ാം പ്രതി, രാജഗോപാലല്ലേ 2-ാം പ്രതി. ഞാൻ ചോദിക്കട്ടെ, ആ 10-16 ആളുകളെ പറ്റിയിട്ട് നിങ്ങൾക്ക് തെളിവ് കിട്ടിയിട്ട് നായനാർ ഭരണത്തിൽ കുഞ്ഞാലിക്കുട്ടിയെ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത് അപ്പത്തെ പരാതി. കുഞ്ഞാലിക്കുട്ടിയെ ഉൾപ്പെടുത്താൻ എന്താ വകുപ്പ്? ഡയറി മുഴുവൻ പരിശോധിച്ചിട്ട് ചേർക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ആകെ നടക്കണേ. കുഞ്ഞാലിക്കുട്ടി കേസിലായോ, കുഞ്ഞാലിക്കുട്ടി കുടുങ്ങിയൊന്നല്ല, ഈ ലിസ്റ്റിൽ ആ സാധുവിന്റെ പേരില്ല. പേരുള്ളത് സഖാക്കളെ പേരാ. ആലോചിക്കളങ്ങള് മാത്രല്ല. ശശിയുടെ പ്രശ്നം എന്താ? ഞങ്ങളിതൊന്നും കണ്ടതല്ല, പക്ഷെ പറയാനും പാടില്ല. പെൺകുട്ടികളുള്ളവര്, ഉമ്മുള്ളവര്, കൂട്ടുകുടുംബമുള്ളവര് ഈ വർത്താനൊന്നും വല്ലാതെ പറയരുത്. തങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്ന നിർദ്ദേശമാണ്. മാത്രല്ല, ഈ സദസ്സിൽ ഞങ്ങൾ വെല്ലിപ്പാരിട്ടുണ്ട്, മൂത്ത കാരണവന്മാരുണ്ട്. TK ഹംസൊക്കെ മഹിളാ അസോസിയേഷന് ഇരുത്തി കൊഞ്ചിക്കൊയണരി ഞങ്ങൾക്ക് പറ്റൂല. ഞങ്ങളൊരു നിലവാരമുള്ള പാർട്ടി. അതുകൊണ്ടല്ലേ കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ ഇങ്ങനെ ഇരുന്ന് കേൾക്കണ്. ശശിനെ പറ്റി ഷാജഹാനോട് ജയരാജനോട് ചോദിച്ചപ്പോൾ അതിന് ജയരാജൻ കൊണ്ടുപോയി ഷാജഹാൻ അടിച്ചു ഏഷ്യാനെറ്റിന്റെ. കുഞ്ഞാലിക്കുട്ടിനെ എങ്ങനെ ഇരുത്തിച്ചല്ലേ ജോൺ ബ്രിട്ടാസ് ചോദിക്കുന്നത്? എന്താ ഈ ഐസ്ക്രീം വിഷയം കുഞ്ഞാലിക്കുട്ടിന്ന്? കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ഞാൻ പറഞ്ഞു, ഒരു ദിവസം ഇന്നെ ഇരുത്തി നിങ്ങൾ ചാനലേന്റെ പൂതിയാണ്ട് തീർക്കും ഞാൻ, നിങ്ങൾ ഇന്നവർക്ക് സമ്മതം തരും. തമാശ ഇല്ല. ആരും എനിക്ക് ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ MLA ലീഗിൽ വന്നൊന്നല്ല. എൻ്റെ കുഞ്ഞാലിക്കുട്ടിയുടെ തൊട്ട് വിവരമുണ്ടോ നിങ്ങൾ വിചാരിക്കണമായിരുന്നല്ല. മുസ്ലിം ലീഗിന്റെ നേതാക്കളെ വേട്ടയാടാൻ തുടങ്ങി കാലം കുറെ ആയി. ഞങ്ങളൊക്കെ ഇങ്ങനെ സഹിച്ചിങ്ങനെ പോകുന്ന എന്താണെന്നറിയോ? ക്ഷമ എന്നതിന്റെ ആഴവും പരപ്പും ഞങ്ങൾക്കറിയാം എത്ര വരെ പോകണം എന്നുള്ളത് അല്ലേ. ആ ജോൺ ബ്രിട്ടാസ് ഇങ്ങനെ ഇരുത്തിയിട്ടാ ചോദിക്കണം. ആ സാധു കേൾക്കണില്ലേ? അയാൾക്കില്ല മക്കളും കുട്ടികളൊക്കെ കൂട്ടുടുമ്പല്ലേ? എന്താ അതിനെപ്പറ്റി ഇവർ ചിന്തിക്കാത്തത്? എത്ര കാലായി. എന്നാൽ ദേശാഭിമാനിയിലെ പെൺകുട്ടികളും മാന്യരായ പെൺകുട്ടികൾ എഴുതി കൊടുത്ത പരാതിയാ ശശിനെ പറ്റിയിട്ട്. ഉള്ളതോ ഇല്ലാത്തതാണ് ഞമ്മക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കേട്ടതിന്റെ പിന്നാലെ പോണ ഒരാളങ്ങള് ഇന്നത് എഴുതി തന്നു നിങ്ങൾക്ക്. സഖാവ് CKP പത്മനാഭന്റെ മക്കളുണ്ട് വെള്ളക്കടലാസിൽ എഴുത്തുന്നിട്ട്. സഖാവ് AK ഗോപാലന്റെ പേരക്കുട്ടികളുണ്ട് വെള്ളക്കടലാസിൽ എഴുത്തുന്നിട്ട്. സഖാവ് നായനാരുടെ ഗൺമാൻമാരുടെ ഭാര്യമാരുണ്ട് വെള്ളക്കടലാസിൽ എഴുത്തുന്നുണ്ട്. എന്ത് ഞങ്ങൾ ചെയ്തത്? നിങ്ങൾ എഴുതി തള്ളി. ആഹാ, നിങ്ങൾ ആരാ? ഈ രാജ്യത്ത് നിങ്ങൾക്ക് എന്തു ആവാം അല്ലേ? ആരും പാടില്ല. പടച്ചോനിൽ വിശ്വാസമില്ലല്ലോ, ഈശ്വരനിൽ വിശ്വാസമില്ല, കോടീശ്വരനിൽ ഭയങ്കര വിശ്വാസമാണ്. അത് മനോ മാത്യു അതേപോലെ ടീമായിട്ട് കുറെ അതല്ലേ പോയാ ഇയാള് പുല്ലുമേടയിലിരുന്ന് സുഖിക്കണ്ട, ഇറങ്ങി വാട ചുംബ കോടതി എന്തുകൊണ്ടേയി ഇയാളെ കൊണ്ടുപോകുമ്പോഴും സഖാക്കൾ പറഞ്ഞു ധീരതയോടെ മുന്നോട്ട്. പിന്നെ റിവേഴ്സ് ഇല്ല, നേരെ മുന്നോട്ട് ചെന്നു. കോടതി ചോദിച്ചു നിങ്ങൾ എന്തിയാ പറഞ്ഞു? ഞാൻ പറഞ്ഞോട്ട് തന്നെ നിൽക്കാറുണ്ട്. കൊണ്ടേയില്ല മനുഷ്യൻ. ആ മനുഷ്യനെ കൊണ്ടുപോയിട്ട് കോടതി കൂട്ടിലവിടെ ഇങ്ങനെ നിർത്തി. അപ്പൊ മൂപ്പരിക്ക് കറുപ്പ് കോട്ടക്കെട്ടപ്പത് ചുവന്ന വളണ്ടിയർമാരല്ല. അപ്പൊ മൂപ്പര് പറഞ്ഞു ഈ ചുംബൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് എപ്പോ പറഞ്ഞുതരാം. സംസ്കൃതത്തിലും മലയാളത്തിലും ഒരുപാട് തഫ്സീർ നേരത്തെ വെച്ച്
എന്നിട്ട് ഇയാൾ പറഞ്ഞു ശുംഭൻ എന്ന് പറഞ്ഞാൽ പ്രകാശമുള്ളവൻ എന്നാണ് അർത്ഥം. അവിടെ നേരത്തെ സൂചിപ്പിച്ചു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെ, ഇറങ്ങി വാടാ പ്രകാശമുള്ളവനെന്ന് ആരെങ്കിലും പറയോ? ഏതെങ്കിലും ഒന്നും കുഴപ്പമില്ലെങ്കിൽ പണ്ട് അമ്മയെ മൂത്ത മരുമകൾ വിളിച്ചു ചൂടുള്ള മേത്ത് കൊഴിച്ചിട്ട് കാട്ടു കള്ളത്തി ഇളച്ചി അനുജന്റെ ഭാര്യയാണ് കേട്ടിട്ടുണ്ട്. മഹല്ല് കമ്മിറ്റി മസലഹത്തിന് വെച്ചു, അത് പറഞ്ഞത് ശരിയായില്ല. ഇളച്ചി സാക്ഷിയാണ്. നാട്ടുകാർ ചോദിച്ചു എന്തേ ഈ കേട്ടത്? കാട്ടു കള്ളത്തി എന്നാ വിളിച്ചത്, എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവള് പേടിച്ചിട്ട് പറഞ്ഞില്ല. അനിയന്റെ ഭാര്യ ഇളച്ചി പറഞ്ഞു കാക്കാന്ന് പറഞ്ഞ് 2 അക്ഷരം ഉണ്ടായില്ലേ, ഉള്ളു പറയാൻ പറ്റില്ല. അപ്പൊ മൂത്ത മരുളി വിളിച്ചോളെ വാപ്പ പറയാണ് എന്നാ കരളിന്റെ കഷ്ടം നീക്കാരെന്ന്. അപ്പൊ മസലഹത്ത് കമ്മിറ്റി പറഞ്ഞു ആ കരളിന്റെ കഷ്ടം എന്ന് വിളിച്ചിട്ട് ചൂടുവെള്ളം പാരണ തണുത്തത് അവിടെ ഉണ്ടായതിലേ ചോദിച്ചു. ഈ ജയരാജൻ സാധുവിന് 6 ദിവസം കൊണ്ടിട്ടില്ല. പിള്ള കിടന്ന കസുമലല്ലേ ഇയാൾ പോയി കിടന്നത് 6699 നല്ല ലക്കി നമ്പർ. പിള്ള തേച്ച പേസ്റ്റേറ്റ് 6 ദിവസം പല്ല് എപ്പിച്ചു എന്നുള്ളതല്ലോ ഞങ്ങളെ വിജയം. ഞങ്ങളെ കായ് മുതലായില്ലേ? ഞങ്ങളെ കുഞ്ഞാലിക്കുട്ടിനെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ എത്ര കാലമായി കിടക്കുന്നു അല്ലേ? പിള്ള ഒഴിവായി നോക്കണം ഞങ്ങള് അല്ലേ? ആനയും അതുപോലെ അമ്പാരിയുമായി വളർന്നു വന്ന ഒരു രാജകീയ പ്രൗഢിയിൽ ജീവിച്ച പിള്ള ഒരു റുപ്യ കട്ടുന്ന് ദേശാഭിമാനി ഇന്നുവരെ പറഞ്ഞിട്ടില്ല. അത് മാർക്സിസ്റ്റുകാർക്ക് അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ ആ പിള്ള കോടതിയിൽ തന്നെ പോണം, ജയിലിൽ തന്നെ കെടുക്കണിച്ചിട്ടുള്ള എത്ര ഈ വയസ്സാകാലത്ത് ഇന്നും ഡൽഹി പോണത്. കോടതിയുടെ കേട് ഇയാൾക്ക് തീരുവില്ല. എന്നും കോടതി ഞങ്ങളാളെ കൊണ്ടൊരു ചങ്ങായിട്ടായിരുന്നു. കോടതി നിവർത്തില്ല. അയാളോട് പറഞ്ഞു ഇനി മേലിൽ കോടതിയുടെ വരാന്തേക്ക് വരരുതെന്ന് വിളിച്ചു. അപ്പൊ ഇയാൾ എന്ത് ചെയ്ത് അറിയാം? ഒരു പരാതി എഴുതിയിട്ട് ഒരു കടലാസ് നൂലുമ കെട്ടിയിട്ട് ഒരു വടിമ വെച്ചിട്ട് ജനലിന്റെ ഉള്ളിൽ കൂടെ കൊണ്ടിട്ട് വരാന്തേക്ക് വരാതെ എന്നാലും കൊടുക്കും തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇയാൾ എന്താ ഈ രാജ്യത്ത് തീരുമാനിച്ചത്? നിങ്ങൾ എന്താ ഈ രാജ്യത്തെ ജനങ്ങളെ പറ്റി മനസ്സിലാക്കുന്നത്? ഞങ്ങൾ ഈ രാജ്യത്തിന്റെ നന്മക്കൊപ്പം നിന്നവരാണ്. അതുകൊണ്ട് എനിക്ക് മറ്റൊരു പൊതുയോഗത്തിൽ കൂടി പ്രസംഗിക്കാനുണ്ട്. ഞാൻ നിർത്തുക. യൂസിയോട് പ്രസംഗിക്കാനുണ്ട്. എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത് രാജ്യത്തിന്റെ നന്മയാണ് വലുത്. ഈ ഭരണം കുറഞ്ഞ ദിവസം കൊണ്ട് എന്തെല്ലാം അത്ഭുതങ്ങൾ കാണിച്ചു. പുതുപ്പള്ളിയുടെ കുഞ്ഞോഞ്ഞും പാലായുടെ കുഞ്ഞുമാണിയും മലപ്പുറത്തിന്റെ കുഞ്ഞാപ്പയും ചേർന്നുള്ള ഈ വിസ്മയം. കുറച്ച് സമയങ്ങളുണ്ട് ശരി, കുറച്ച് ദിവസം ഒന്നും ഉണ്ടാതിരിക്കും. ആകെ നിയമസഭയിൽ ഒരു ദിവസം അവരും ഉണ്ടാതിരുന്നത് പിള്ള നമ്മുടെ ജേക്കബ് മരിച്ചെന്ന്. അന്ന് അച്യുതാനന്ദൻ പറഞ്ഞു സങ്കടകരം. അന്ന് ലീലാമേനോൻ മലയാള മനോരമയുടെ വാചകമേളയിൽ ഒരു വരി പറഞ്ഞത് ഞാൻ ഓർക്കങ്ങളെ മുമ്പിൽ പങ്കുവെച്ച് നിർത്തുകയാണ്. ലീലാമേനോൻ എന്താ പറഞ്ഞതെന്നറിയോ? ഇതുവരെ എല്ലാവരെ പറ്റി ഇങ്ങനെ തന്നെ പറഞ്ഞ് ശീലിച്ച അച്യുതാനന്ദൻ ഈ ജേക്കബിന്റെ മരണത്തോടു കൂടി സങ്കടകരം എന്ന് പറഞ്ഞത് തന്റെ ഒരു ഇര കൂടി നഷ്ടപ്പെട്ടു എന്ന വേദന കൊണ്ടായിരിക്കാം. ലീലാമേനോൻ വനിതാ ലീഗല്ല, മഹിളാ കോൺഗ്രസ് അല്ല. അപ്പൊ ഈ രാജ്യത്തെ ആളുകൾ മനസ്സിലാക്കണം, ഇവരൊക്കെ പരിപാടി എന്താ? പരിപാടി വേട്ടയാടിയിട്ടുള്ളൊരു രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കാൻ പോവുകയാണ്. നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നല്ല. എല്ലാം മുദ്രാവാക്യം നഷ്ടപ്പെട്ടു. ബംഗാളിലെ ജനങ്ങൾക്ക് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അവിടുന്ന് പറഞ്ഞു തുടങ്ങിയത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാം ഞങ്ങൾ കേരളം ബംഗാളാക്കും. പടച്ചോണ്ടാക്കട്ടെ. ബംഗാളിന്റെ സ്ഥിതി കൊണ്ട് അവിടുത്തെ ജനങ്ങളുണ്ട് പോകുന്നത് അല്ലേ? എന്നിട്ട് പറയാം മുസ്ലിങ്ങൾ ഞങ്ങൾ കാത്തോളാം, ന്യൂനപക്ഷത്തെ നോക്കിക്കോളാം, പട്ടികജാതിക്കാരനെ നോക്കിക്കോളാം. നിങ്ങൾ അവിടെ നോക്കിയാ 35 കൊല്ലം. ഞാൻ പറയാറുണ്ട് മുമ്പ് മയ്യത്ത് നിസ്കാരം നടക്കുന്ന സദസ്സിൽ ഉസ്താദ് പറഞ്ഞു ഇന്നാളിന്നാളും മരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അയാളെ വെറുപ്പിക്കുന്ന വല്ല വാക്കോ പ്രവൃത്തി നിങ്ങളൊക്കെ വെറുപ്പിക്കുന്ന അയാളെ വക്കൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന്റെ പരലോക ഗുണം കണക്കിലെടുത്ത് അത് പൊരുത്തപ്പെട്ടു കൊടുക്കണം. അതോടൊപ്പം സാമ്പത്തികമായി അദ്ദേഹത്തിന്റെ വക്കൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ലതും കിട്ടാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ബഷീറുമായി ബന്ധപ്പെടേണ്ടതാണ്. അപ്പോഴാ പിന്നിലെ സ്വപ്നം ഒരാൾ വിളിച്ചു പറഞ്ഞത് ഉസ്താദെ ബഷീർ ഓൻ തരാളെ തന്നെ മര്യാദക്ക് തന്നു തീർത്താൽ മതിയായിരുന്നു, പാപ്പാന്റെ നടക്കട്ടെ അറിഞ്ഞു പൊന്നാരെ മാറ്റിച്ചേരെ നിങ്ങളെ ബംഗാൾ തന്നെ നല്ലപോലെ നോക്കിയാൽ മതിയായിരുന്നു. അതുകൊണ്ട് ലീഗിനെ ശക്തിപ്പെടുത്തുക. അസ്സലാമു അലൈക്കും.